എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് നമ്മുടെ 12ാമത്തെ ചാപ്റ്റർ സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിൽ ഇതേ രൂപത്തിലുള്ള മറ്റൊരു ചാപ്റ്റർ പഠിച്ചിരുന്നു അല്ലേ? എന്താണ്? പ്രിസം. ഓർമ്മയുണ്ടല്ലോ? സ്തംഭങ്ങൾ അല്ലേ? സ്തംഭങ്ങൾ എന്ന് പറയുന്നൊരു ചാപ്റ്റർ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അവിടെ സ്തംഭങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. ഇവിടെ നോക്കിയേ, ഉദാഹരണത്തിന് ഇത് നോക്കിയേ, ഇവിടെ നമുക്ക് നോക്കി അതിന് അടിയിൽ ഒരു ബേസ് അല്ലേ? നമ്മൾ ഇതിനെ ബേസ് എന്ന് പറയും, പാദം. അപ്പോൾ ഇതേ ആകൃതിയിലുള്ള ഒരു പാദം മുകളിലുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇത് സ്ക്വയർ ആണെങ്കിൽ ഇവിടെയും സ്ക്വയർ, ഇത് റെക്റ്റാങ്കിൾ ആണെങ്കിൽ ഇതും റെക്റ്റാങ്കിൾ അല്ലേ? അപ്പോൾ ഇവിടെ എന്താണോ ഷേപ്പ് അതേ ഷേപ്പ് ആയിരിക്കും ഇവിടെ മുകളിലുണ്ടാവുക. പിന്നെ നമുക്ക് എന്തറിയാം, ഇതിൻ്റെ ചുറ്റും പാർശ്വമുഖങ്ങൾ അല്ലേ? അതായത് ലാറ്ററൽ സർഫസ്. എല്ലാ ലാറ്ററൽ സർഫസിനും എന്തിൻ്റെ ആകൃതി ആയിരിക്കും? അത് ചതുരങ്ങളായിരിക്കും അല്ലേ? ചതുരങ്ങളായ ലാറ്ററൽ സർഫസ്, അതായത് പാർശ്വമുഖങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വോളിയം നമ്മൾ കണ്ടുപിടിച്ചു, ഇതിൻ്റെ ഉപരിതല വിസ്തീർണം കണ്ടുപിടിച്ചു അല്ലേ? ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ആദ്യം പഠിക്കാനുള്ളതാണ് പിരമിഡ് എന്ന് പറഞ്ഞാൽ സ്തൂപികകൾ. അപ്പോൾ ആദ്യം നമുക്ക് ഇവ തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ. ഇവിടെ നമ്മൊരു ബേസിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ? ബേസ് ഉണ്ട് ഇവിടെ, അതേപോലെ തന്നെ ഇവിടെയും നോക്കിയ ഒരു ബേസ് ഉണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് എന്താ, ഇതേ ആകൃതിയിലുള്ള ഒരു ബേസ് മുകളിലുണ്ടാവും അല്ലേ? ഇവിടെ എന്താണോ ആകൃതി അതേ ആകൃതി ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. പക്ഷേ ഇവിടെ നോക്കിയേ, ഇവിടെ അങ്ങനല്ല. ഇവിടെ എന്ന് വെച്ചാൽ ഈ എല്ലാം കൂടി യോജിപ്പിച്ചുകൊണ്ട് എന്താണ് ഇവിടെ ഒരു മുന അല്ലേ? അപ്പൊ എല്ലാ വക്കുകളും കൂടി യോജിപ്പിച്ചുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഇതേ ആകൃതിയല്ല ഇവിടെ ഉള്ളത്. ഇവിടെ മറിച്ച് എന്താണ്, ഇതെല്ലാം കൂടിയിട്ടൊരു മുനയിൽ വന്ന് മുട്ടുന്നു അല്ലേ? അപ്പൊ ഇവിടെ ആകെ ഒരു ബേസ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാനിത് പൊളിക്കുകയാണെന്ന് വിചാരിക്കാം. പൊളിക്കുകയാണെങ്കിൽ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് വരയ്ക്കുകയാണ്. പൊളിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ആകൃതി കിട്ടും? ഇതാണ് നമ്മുടെ ബേസ്. പിന്നെയോ ഇങ്ങനെ അല്ലേ? ഇതേ രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക ആണല്ലോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ പൊളിച്ചു കഴിഞ്ഞാൽ ഒരു സ്ക്വയർ കിട്ടും. പിന്നെ ഇവിടെ 4 ത്രികോണങ്ങൾ കിട്ടും. അപ്പോൾ ഈ ത്രികോണങ്ങളുടെ ഈ 4 മൂലയും കൂടി ചേരുന്ന പോയിന്റ് ആണ് ഇത് അല്ലേ? ഇതിന് നമ്മളൊരു പേര് പറയും, എപ്പെക്സ് എന്ന് പറയും, ശീർഷം എന്ന് പറയും, ശീർഷം. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്താണ്? ഒന്ന്, ഇതേ ബേസ് തന്നെ ആയിരിക്കും ഇവിടെ അല്ലേ? ഇവിടെ അങ്ങനല്ല, ഒരു ബേസ് ഉണ്ടാവുള്ളൂ, പിന്നെ എല്ലാം കൂടി ചേർത്തിട്ട് അല്ലെ ഒരു പോയിന്റ്, അതിന് നമ്മൾ എപ്പെക്സ് എന്ന് പറയും. പിന്നെ ഇതിന്റെ പാർശ്വമുഖങ്ങൾ എന്തിന്റെ ആകൃതിയായിരുന്നു? ചതുരങ്ങളായിരുന്നു അല്ലെ? ഇവിടെ എന്താണ്? ഇത് ത്രികോണങ്ങളാണ് അല്ലെ? ഇതിന്റെ ആകൃതി ത്രികോണങ്ങളാണ്. അപ്പൊ ഇതാണ് ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. ഇവിടെ നമുക്കറിയാം, ഇവിടെ ഇതിനെ നമ്മളിവിടെ ഇതിനെ എ എന്ന് പറയും അല്ലെ? അതായത് പാദത്തിന്റെ വക്കിനെ നമ്മൾ എ എന്ന് പറയും. അതായത് എച്ച് എന്ന് പറയുന്നത് എന്താണ്? ഈ 2 പാദങ്ങളും തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെ? ഇതാണ് നമ്മുടെ എച്ച് എന്ന് പറയാറ്. ഇനി ഇവിടെയാണെങ്കിൽ ഇതിന്റെ എച്ച് എന്താണ്, പാദവക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്തരം കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് പഠിക്കാം. അപ്പൊ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, കാരണം അതാണ് ഈ ചാപ്റ്ററിന്റെ ബേസ്. മനസ്സിലായല്ലോ? അപ്പൊ ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്, കൂടുതൽ മാർക്കിൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് ഇനി പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ഇതേ കേസിൽ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു ബേസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ? അപ്പോൾ അതിന്റെ വക്ക്, ഈ ബേസിന്റെ വക്ക്, അതിന് നമുക്ക് എന്ത് പറയാം? എ എന്ന് കൊടുക്കാം നമുക്ക്. അതായത് പാദവക്ക് അല്ലെ? ഇതിന് നമ്മൾ പാദവക്ക് എന്ന് പറയും. അതായത് ഈ നീളത്തിൽ നമ്മൾ എന്ത് കൊടുക്കും? എ എന്ന് കൊടുക്കും. ഇനി നോക്കിയേ, ഈ പാദവക്ക് അല്ലാതെ ബാക്കി എത്ര വക്കുകളുണ്ട്? നോക്കിയേ, 1 2 അല്ലെ? 3 4 വക്കുകൾ വേറെ ഉണ്ട് അല്ലെ? ഇതിന് നാം എന്ത് പറയും? പാർശ്വവക്കുകൾ എന്ന് പറയും. അതായത് ലാറ്ററൽ എഡ്ജ് എന്ന് പറയും. മനസ്സിലായല്ലോ? അപ്പൊ ഇതിന് പറയുന്ന പേരാണ് ലാറ്ററൽ എഡ്ജ്, അതായത് പാർശ്വവക്കുകൾ. അതിന് നാം സാധാരണ ഇ എന്നാണ് കൊടുക്കുക, ഇ. അപ്പൊ എ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഇത് ബേസിന്റെ എഡ്ജ്. ഇ എന്ന് പറയുന്നാൽ ഈ ലാറ്ററൽ എഡ്ജ്, പാർശ്വവക്ക്. ഇനി നമുക്ക് ഇതിന്റെ ഹൈറ്റ് എന്താണെന്ന് നോക്കണം. ഈ എല്ലാം കൂടി ചേരുന്ന ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റിൽ നിന്ന് ഈ ബേസിലേക്ക്, പാദത്തിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് ഏത് എടുത്തു കഴിഞ്ഞാലും എച്ച് തന്നെയായിരുന്നു അല്ലേ? പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇതിൽ നിന്ന് എപ്പെക്സിൽ നിന്ന് എന്ത് ചെയ്യണം? ഈ ബേസിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലെ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എവിടെ ഒന്നും മുട്ടാം? അതായത് ഇതിന്റെ മിഡ് പോയിന്റ് അല്ലെ? അപ്പൊ ഈ മിഡ് പോയിന്റിലേക്ക് വന്നുള്ള ഈ ലൈനാണ്, ഈ ഉയരത്തെ, ഈ ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയാ? ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുക. അതാണ് എച്ച്. അപ്പൊ ഇതാണ് ഇതിന്റെ എച്ച്, ഹൈറ്റ്. അപ്പൊ ഇത് നല്ലവണ്ണം ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ ഇനി ഭാഗം നമുക്ക് വളരെ എളുപ്പമാവുള്ളൂ, അല്ലെങ്കിൽ ആകെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ കുഴയും. അപ്പൊ എ എന്താണെന്ന് മനസ്സിലായി, ഇ എന്താണെന്ന് മനസ്സിലായി, എച്ച് എന്തായി മനസ്സിലായി അല്ലെ? എച്ച് എന്ന് പറഞ്ഞാൽ ഈ എപ്പെക്സിൽ നിന്ന് ഇതിന്റെ മിഡ് പോയിന്റ് അല്ലെ? അതായത് ഇതിനുള്ള പെർപെൻഡിക്കുലർ 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എച്ച്. ഇനി നമുക്ക് ഈ എപ്പെക്സിൽ നിന്ന്, ഇവിടെ നിന്ന് നമുക്ക് ഈ ബേസിന്റെ വക്ക് അല്ലെ? ഇതൊക്കെ ബേസിന്റെ വക്കുകളാണ്. ഈ ബേസിന്റെ വക്കിലേക്ക് എന്ത് വരയ്ക്കാം?
ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം അല്ലെ. അതായത് ഇപ്പൊ ഞാനിത് പൊളിച്ചിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് ഈ അറ്റത്ത് നിന്ന് അല്ലെ, ഇതെല്ലാം കൂടി കൂടുന്നതാണ് നമ്മുടെ എപ്പെക്സ് അല്ലെ. അപ്പൊ അതിൽ നിന്ന് ഇതിലേക്കുള്ള ബേസ് അല്ലെ, ബേസിന്റെ വക്കാണിത്, അതിലേക്കുള്ള ഒരു പെർപെൻഡിക്കുലർ, ഇങ്ങനെ പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ അല്ലെ, ഇത് 90 ഡിഗ്രി അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ മറ്റൊരു ഉയരം നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. മനസ്സിലായല്ലോ. അതായത് ഇവിടെ നിന്ന് ഈ വക്കിലേക്ക് നാം ഇങ്ങനെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ മനസ്സിലായില്ല, ഇങ്ങനെ ചെരിഞ്ഞിട്ട് വരുന്നു. അതായത് ഈ വക്കിലേക്ക് 90 ഡിഗ്രിയിൽ വരുന്നു. അതിനെ വേറെ നമ്മൾ എച്ച് എന്നല്ല പറയാം, അതിനെ നമ്മൾ പറയും സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയും. അപ്പൊ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ചെരിവുയരം എന്ന് പറയും. അതിന് നമ്മൾ എൽ എന്നുള്ള ലെറ്ററാണ് കൊടുക്കുക, ചെരിവുയരം. മനസ്സിലായല്ലോ. അപ്പൊ ഇത് നമുക്കറിയാം, ഇതിങ്ങനെ ചെരിഞ്ഞിട്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ ഇവിടേക്ക് 90 ഡിഗ്രിയിൽ വരച്ചു കഴിഞ്ഞാൽ അതിന് നാം, അതായത് ഇവിടെ തൊട്ട് ഇവിടെ വരെ ഡിസ്റ്റൻസ് ക്ലിയർ ആയില്ലേ, അതിന് നമ്മൾ പറയുന്ന പേരാണ് ഉയരം എന്ന് പറയും, അതായത് സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയും. അപ്പൊ ഇതാണ് എന്ത്, സ്ലാൻഡ് ഹൈറ്റ്. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എൽ. അപ്പൊ നോക്കിയേ, നമ്മൾ 4 കാര്യങ്ങൾ പഠിച്ചു അല്ലെ. ഒന്ന് ഇതിന്റെ പാദവക്ക് അല്ലെ, അത് നമുക്ക് പെട്ടെന്ന് അറിയാം, തന്നെ പാദവക്ക് നമുക്കറിയാം. പിന്നെ എന്താണ് പഠിച്ചത്, ഇതല്ലാതെ മറ്റു വക്കുകളുണ്ട് അല്ലെ, വക്കുകൾ. ആ വക്കിനതെ ഇത് അല്ലെ, ഇങ്ങനെ 4 വക്കുകളുണ്ട്. ഈ വക്കിന് എന്താണ് നമ്മൾ പറയുക, വക്കിനെ പറയാൻ ലാറ്ററൽ എഡ്ജ് എന്ന് പറയാം. ലാറ്ററൽ എഡ്ജ്, അതാണ് ഈ ലാറ്ററൽ എഡ്ജ്. ഓക്കെ. പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്, എച്ച്. ശരിക്കും ഇതിന്റെ ഹൈറ്റ് എന്താണ്, ഈ എപ്പെക്സിൽ നിന്ന് ഇതിലേക്കുള്ള അല്ലെ, ഇതിന്റെ അതായത് ബേസിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലെ, അതാണ് എച്ച്. പിന്നെ നമ്മൾ സ്ലാൻഡ് ഹൈറ്റ് പഠിച്ചു. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പെക്സിൽ നിന്ന് ഇതിന്റെ പാർശ്വവക്കിലേക്കുള്ള, മനസ്സിലായാലോ, ഇതെന്തിലേക്കാണ്, പാദത്തിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇത് ഈ വക്കിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതിന് നാം എന്ത് പറയും, സ്ലാൻഡ് ഹൈറ്റ്, അതായത് ഈ ഹൈറ്റ്. ക്ലിയർ ആയില്ലേ. ഇപ്പൊ ഈ 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചല്ലോ. ഇനി നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ഇവ തമ്മിലുള്ള ബന്ധമാണ്. അപ്പൊ ആദ്യം ഇവിടെ നോക്കിയേ, ഇത് നമുക്ക് നോക്കാം അല്ലെ. ഇതാണ് സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ ഈ ത്രികോണത്തിൽ ഈ ഹൈറ്റ്, അതായത് ഇതാണ് സ്ലാൻഡ് ഹൈറ്റ് എൽ. ഓക്കെ. അപ്പൊ ഇത് എൽ, ഏത്, ഇത് ഓക്കെ ആണല്ലോ. ഇനി ഇതെന്താണ്, ഇത് അല്ലെ, അതായത് ഈ ലാറ്ററൽ എഡ്ജ് അല്ലെ. അപ്പൊ ഇത് ലാറ്ററൽ എഡ്ജ്, ഇതാണെങ്കിൽ എൽ. ഇനി ഈ നീളം എത്രയാണ്, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എ ആണ് അല്ലെ, എ ആണ്. അപ്പൊ ഇത്ര നീളം എത്ര വരും, എയുടെ പകുതി അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഒരു മട്ട ത്രികോണം ഇവിടെ കിട്ടുന്നുണ്ട് അല്ലെ. ഒരു മട്ട ത്രികോണം കിട്ടി. നോക്കിയേ, ഇവിടെ എൽ വന്നു, a/2, ഇത് ഇ. അപ്പൊ ഇവിടെ 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് 90 ഡിഗ്രി. അപ്പൊ അതിന് ഓപ്പോസിറ്റ് ഏറ്റവും വലിയ നീളം ഇ. മനസ്സിലായല്ലോ. അപ്പൊ ഈ ഇത് എൽ, ഇത് a/2. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടുമല്ലോ, എന്താണ്, പൈത്തഗോറസ് തിയറം ഉപയോഗിച്ചുകൊണ്ട് അല്ലെ. നമുക്ക് എന്ത് കിട്ടും, ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചിരിക്കുക, ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ. അപ്പൊ ഇത് എപ്പോഴും ഓർമ്മയിൽ വേണം, ഇ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എൽ സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ അല്ലെ. ഇ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഈ ലാറ്ററൽ എഡ്ജ് അല്ലെ, അതായത് പാർശ്വവക്ക്, അതിന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു എൽ. എൽ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ലാൻഡ് ഹൈറ്റ് അല്ലെ. സ്ലാൻഡ് ഹൈറ്റ് പ്ലസ് a/2, ഒരു വശത്തിന്റെ, ഒരു വക്കിന്റെ നീളം, അതിന്റെ പകുതി അല്ലെ, a/2 ഹോൾ സ്ക്വയർ. അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി നമുക്ക് നോക്കിയാൽ ഇതിൽ എച്ച് വന്നിട്ടില്ല അല്ലെ. ഇനി എച്ച് കിടക്കുന്ന നോക്കിയാൽ ഇതാണ് എച്ച് ആണല്ലോ. എച്ച് എന്ന് പറഞ്ഞാൽ ബേസിലേക്കുള്ള പെർപെൻഡിക്കുലർ അല്ലെ. ഇനി നമുക്ക് എച്ചും ഈ എല്ലും സ്ലാൻഡ് ആയിട്ട് ഇങ്ങനെ എടുക്കണ്ടല്ലോ. ഇവ തമ്മിൽ ഇങ്ങോട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ യോജിപ്പിച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു, ഇപ്പോഴും നമുക്ക് ഒരു 90 ഡിഗ്രി ഇവിടെ കിട്ടുന്നുണ്ട് അല്ലെ. എച്ച് ഇതിന്റെ മിഡ് പോയിന്റ് അല്ലെ, വക്കിലേക്കുള്ള മിഡ് പോയിന്റ്, ഇതിങ്ങനെ ചെരിഞ്ഞെടുക്കുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, ഇവിടെ എച്ച്, ഇത് എല്, ഇതോ നോക്കിയാ ഇതിന്റെ പകുതിയാണിത് അല്ലെ, എയുടെ പകുതിയാണിത്. അപ്പൊ നമുക്ക് ഇവിടെ a/2. ഇവിടെ നമുക്ക് മറ്റൊരു ഇക്വേഷൻ കിട്ടിയാലോ, ഇത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എൽ അല്ലെ. അപ്പൊ എന്തെന്ന് കിട്ടി, നമുക്കിവിടെ എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരും, എച്ച് സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ. അപ്പൊ ഈ 2 കാര്യങ്ങൾ നല്ലവണ്ണം ഓർമ്മയിൽ വേണം, എപ്പോൾ ചോദിച്ചാലും കിട്ടണം. ഇ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എൽ സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ. എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എച്ച് സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ. മനസ്സിലായല്ലോ. ഇപ്പൊ ഈ ത്രികോണം കണ്ടില്ല, ഇങ്ങനെയാണ് ത്രികോണം വരുന്നത്. ഇപ്പൊ ഞാൻ വേണമെങ്കിൽ ഇത് എല്ലാം കൂടി കൺഫ്യൂഷൻ ആവുണ്ടാ. ഇതേ ഇങ്ങനെ ഒരു ത്രികോണം വരുന്നുണ്ട് അല്ലേ, ഇതേ ഈ ത്രികോണം കണ്ടില്ലേ. അപ്പൊ ഈ ത്രികോണം വരുമ്പോൾ ഇത് എച്ച്, ഇത് a/2, ഇത് എന്താണ്
സ്ലാൻഡ് ഹൈറ്റ് എൽ. ഇത് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ കാണാണ്ട് പഠിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റും, ഈ ഫിഗർ ഓർമ്മയുണ്ടെങ്കിൽ അല്ലെ എൽ എന്താണ്, ഇ എന്താണ്, എച്ച് എന്താണ്, എ എന്താണ് അല്ലെ, ഇക്കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് റഫായിട്ടൊരു ഫിഗർ വരച്ചിട്ട് അതിൽ നിന്ന് ഇത് കണ്ടുപിടിക്കാനും പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും നമ്മുടെ മനസ്സിൽ വെക്കണം. ഓക്കെ, ഇനി നാം എന്താ ചെയ്യാൻ പോകുന്നത്, നമുക്കിതിൻ്റെ സർഫസ് ഏരിയ, അതായത് ഉപരിതല വിസ്തീർണം അല്ലെ, നാം ഇവിടെ ഉപരിതല വിസ്തീർണം കണ്ടു അല്ലെ, കഴിഞ്ഞ കൊല്ലം കണ്ടതാണ്. അതേ രൂപത്തിൽ ഇതിന്റെ ഉപരിതല വിസ്തീർണം സർഫസ് ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൊത്തം ഏരിയ അല്ലേ, എല്ലാം കൂടി കൂട്ടിയാൽ ഏരിയ. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ചില ചോദ്യങ്ങളുണ്ടാവും, ഇത് ഉണ്ടാക്കാൻ വേണ്ടി എത്ര കടലാസ് വേണ്ടി വരും, അല്ലെങ്കിൽ എത്ര ഷീറ്റ് വേണ്ടി വരും, അല്ലെങ്കിൽ ഷീറ്റിന് ഇത്ര രൂപ വെച്ചിട്ട് എത്ര രൂപ ചിലവാകും അല്ലെ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ, അതായത് മുഴുവൻ ഇത് കവർ ചെയ്യാൻ എത്ര വേണ്ടി വരും എന്നൊക്കെ. അപ്പോൾ അതിനൊക്കെ നാം എന്താ വേണ്ടത്, നമുക്ക് സർഫസ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ, അതൊക്കെ നമുക്കറിയാം. ഇനിയും ആ സർഫസ് ഏരിയ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഏതിൻ്റെ ഒക്കെ ഏരിയ വരും, ഒന്ന് നമ്മുടെ ബേസ് അല്ലെ, ബേസിന്റെ ഏരിയ വരുമല്ലോ, ബേസിന്റെ ഏരിയ വരും അല്ലെ. ബേസ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ പറഞ്ഞു ഇത് സ്ക്വയർ ആണ് അല്ലെ, അപ്പൊ സ്ക്വയർ ആണെങ്കിൽ നോക്കിയാൽ ബേസ് ഏരിയ, ബേസ് എന്താണ്, സ്ക്വയർ ആകുമ്പോൾ എ സ്ക്വയർ അല്ലെ, എ സ്ക്വയർ. അപ്പൊ ബേസിന്റെ ഏരിയ നമുക്ക് കിട്ടി. പിന്നെ എന്തിന്റെ ഏരിയ വരും, ഈ 4 ത്രികോണങ്ങളുടെ ഏരിയ വരണം അല്ലെ, ഈ ചെരിഞ്ഞിക്കല്ലേ 1 2 3 4. അപ്പൊ ഇതിന്റെ ഏരിയ ബേസ് ഏരിയ, പിന്നെ ഈ 4 ത്രികോണങ്ങൾ വരുന്നുണ്ട്, ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണം അല്ലെ. നമുക്കറിയാം ഈ 4 ത്രികോണങ്ങൾ എന്തായിരിക്കും, ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും അല്ലേ, അതായത് ഒരേ അളവുകളായിരിക്കും ഇത് ഉണ്ടാവുക. പിന്നെ മാത്രമല്ല ഇതിന്റെ പ്രത്യേകത എന്താണ്, ഈ വക്കുകൾ രണ്ടും എന്താണ്, സെയിം ആയിരിക്കും അല്ലെ, 2 വക്കുകൾ സെയിം ആയിരിക്കും. അതായത് ഈ 4 ത്രികോണങ്ങൾ സമപാർശ്വ ത്രികോണങ്ങളായിരിക്കും, ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും അല്ലെ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എന്ത് വേണം, ഈ 4 ത്രികോണങ്ങളുടെ ഏരിയയും കണ്ടുപിടിക്കണം. അപ്പൊ അതിനെന്ത് ചെയ്താൽ മതി, ഒരു ത്രികോണത്തിന്റെ ഏരിയ കണ്ടിട്ട് അതിനെ 4 കൊണ്ട് ഗുണിച്ചാൽ മതിയല്ലോ. അപ്പൊ ആദ്യം നമുക്ക് നോക്കിയാൽ ഏരിയ ഓഫ് 1 ട്രയാങ്കിൾ, ഒരു ത്രികോണത്തിന്റെ ഏരിയ എന്തായിരിക്കും, നമുക്കറിയാം ഹാഫ് ബി എച്ച് അല്ലെ, അര ഇൻറ്റു ബി ഇൻറ്റു എച്ച്, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ അര ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ എന്താണ്, എ ആണ് അല്ലെ, ബി എന്ന് പറഞ്ഞാൽ എ അല്ലെ, എ ആണിത് ആണല്ലോ. അപ്പൊ നമുക്ക് എ എന്ന് കൊടുത്തു ഇൻറ്റു എച്ച്, ഹൈറ്റ് അല്ലെ, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ എച്ച് അല്ല അല്ലെ, ഈ എച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എച്ച് ആണ് അല്ലെ. ഇവിടുത്തെ ഹൈറ്റ് എന്താ വരുന്നത്, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അല്ലെ ഈ ഹൈറ്റ് അല്ലെ. ആ ത്രികോണത്തൊക്കെ ഇങ്ങനെ നമ്മൾ അടർത്തി കഴിഞ്ഞാൽ ഇതേ രൂപമാണ് വരിക അല്ലെ. അപ്പൊ ഇതിന്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് ബേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എ, ഇത് മൊത്തം എ ഇൻറ്റു ഇത് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് എൽ അല്ലെ, എല്ലാണ് ഇവിടെ വരിക, എച്ച് അല്ല എൽ. ഇവിടെ നമുക്ക് ഏരിയ ഓഫ് 1 ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ ഇൻറ്റു എൽ, അതായത് ഇത് ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു എൽ എന്ന് വരും. അപ്പൊ അങ്ങനത്തെ 4 ത്രികോണങ്ങൾ വരുമല്ലോ അല്ലെ. അപ്പൊ 4 ത്രികോണത്തിന്റെ ഏരിയ എന്ത് വരും, ഇവിടെ നമ്മൾ 4 കൊണ്ട് ഗുണിക്കണം അല്ലെ, 4 ഇൻറ്റു 1/2 ഇൻറ്റു എ ഇൻറ്റു എൽ. അപ്പൊ 4 ത്രികോണത്തിന്റെ ഏരിയ ആണെങ്കിൽ നമ്മൾ 4 കൊണ്ട് ഗുണിച്ചാൽ മതി, 4 ഇൻറ്റു 1/2 ഇൻറ്റു എ ഇൻറ്റു എൽ. ഇവിടെ നോക്കിയാൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 2 അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 4 ത്രികോണങ്ങളുടെ ഏരിയ 2AL എന്ന് കിട്ടി അല്ലെ. അപ്പൊ 2AL, അപ്പൊ 4 ത്രികോണങ്ങളുടെ ഏരിയ 2AL, ബേസിന്റെ ഏരിയ എ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ എന്ത് വരും, ടോട്ടൽ സർഫസ് ഏരിയ നമ്മൾ TSA എന്ന് സാധാരണ നമുക്ക് ചുരുക്കി എഴുതാം. ടോട്ടൽ സർഫസ് ഏരിയ എന്ത് വരും അല്ലെ, ബേസിന്റെ ഏരിയ എ സ്ക്വയർ പ്ലസ് 4 ത്രികോണങ്ങളുടെ ഏരിയ 2AL അല്ലെ. അപ്പൊ ഇതാണ് ഒരു ചതുരസ്തൂപികയുടെ അല്ലെ ഏരിയ, അതായത് സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2AL. അപ്പൊ എ അറിയണം, എൽ അറിയണം, ഇത്ര മതി. ഇനി അതല്ല നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, എ സ്ക്വയർ കണ്ടുപിടിക്കുക, പിന്നെ നമുക്ക് 4 ഇൻറ്റു 1/2 ഇൻറ്റു എ ഇൻറ്റു എൽ അങ്ങനെ കണ്ടിട്ടും ചെയ്യാം അല്ലെ. അപ്പൊ ആ ഇക്വേഷൻ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയ ഒരു ഇക്വേഷൻ കിട്ടി, എ സ്ക്വയർ പ്ലസ് 2AL. അപ്പൊ ഇത് ഉപയോഗിച്ച് നമുക്ക് ഡയറക്റ്റ് ആയ വാല്യൂ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഉത്തരം അങ്ങോട്ട് കിട്ടി. അപ്പൊ നമുക്ക് ആദ്യം ഈ സർഫസ് ഏരിയയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 259 അതിലെ ആദ്യത്തെ ചോദ്യം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. A square of side 5 centimeters and 4 isosceles triangles of base 5 centimeters and height 8 centimeters are to be put together to make a square pyramid അല്ലെ. എന്താണ് പറഞ്ഞിട്ടുള്ളത്, 5 സെന്റിമീറ്റർ വശങ്ങളുള്ള ഒരു സമചതുരം അല്ലെ. ഇപ്പൊ നമുക്ക് ഇതന്നെ എടുക്കാം, നമ്മൾ നേരത്തെ വരച്ച് തന്നെ എടുക്കാം. ഇവിടെ 5 സെന്റിമീറ്റർ വശങ്ങളുടെ നീളം. ഓക്കെ, ഒരു സമചതുരം. പിന്നെയോ 4 ഐസോസെൽസ് ട്രയാങ്കിൾ അല്ലെ, 4 സമപാർശ്വ ത്രികോണങ്ങൾ. എങ്ങനെ, അതിന്റെ ബേസ് 5 സെന്റിമീറ്ററും അതുപോലെ തന്നെ അതിന്റെ ഹൈറ്റ് 8 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ ഇത് നോക്കിയപ്പോ ഇതാണെന്ന് വിചാരിക്കും, ഇതുപോലത്തെ 4 എണ്ണം ഉണ്ട്.
ഓക്കെ, അതിന്റെ ബേസ് 5 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഈ ഹൈറ്റ് അല്ലെ, ഇതിന്റെ ഈ ത്രികോണത്തിന്റെ ഹൈറ്റ് ആണ് അല്ലെ, അത് എത്ര തന്നിട്ടുണ്ട്? അത് 8 സെന്റിമീറ്റർ അല്ലെ, ഈ ഹൈറ്റ് 8 സെന്റിമീറ്റർ. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത് 5 സെന്റിമീറ്റർ, ഇത് 8 സെന്റിമീറ്റർ. ഇനി ഇതേ രൂപത്തിലുള്ള ഒരു എന്തുണ്ടാക്കണം? ഒരു പിരമിഡ് നമുക്ക് ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി സ്ക്വയർ സെന്റിമീറ്റേഴ്സ് ഓഫ് പേപ്പർ ആർ നീഡഡ്? അത് ഉണ്ടാക്കാൻ ഏറ്റവും ചുരുങ്ങിയ എത്ര സ്ക്വയർ സെന്റിമീറ്റർ പേപ്പർ വേണ്ടി വരും, കടലാസ് വേണ്ടി വരും എന്നാണ് ചോദ്യം അല്ലെ. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത്തരം ചോദ്യങ്ങൾക്ക് എന്താണ്, എത്ര കടലാസ് മൊത്തം ഇത് ഉണ്ടാക്കാൻ എത്ര കടലാസ് വേണ്ടി വരും നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ അല്ലെ, സർഫസ് ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് ഉപരിതല വിസ്തീർണം നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ നമുക്കറിയാം ഉപരിതല വിസ്തീർണം കണ്ടുപിടിക്കണം നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ ഇക്വേഷൻ പറഞ്ഞല്ലോ. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ, ആകെ ഉപരിതല പരപ്പളവ് അല്ലെ. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? നമുക്ക് ഇക്വേഷൻ അറിയാം. ബേസിന്റെ പരപ്പളവ് അല്ലെ, ബേസിന്റെ ഏരിയ ആദ്യം കാണാം. നമുക്ക് ബേസിന്റെ ആകൃതി സ്ക്വയർ ആണ്, അതുകൊണ്ട് എ സ്ക്വയർ പ്ലസ് 2al അല്ലെ, 2al. അപ്പൊ ഇതാണ് ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ ഉള്ള ഇക്വേഷൻ അല്ലെ. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഞാൻ മുമ്പ് പറഞ്ഞിരുന്നത് എന്ത് ചെയ്താൽ മതി? എ സ്ക്വയർ പ്ലസ് അതിന്റെ കൂടെ ഒരു ത്രികോണത്തിന്റെ ഏരിയ കണ്ടുപിടിക്കുക അല്ലെ. അതെന്താണ്? ഹാഫ് al അല്ലെ, അര al. അതിനെന്തുകൊണ്ട് ഗുണിക്കുക? 4 കൊണ്ട് ഗുണിക്കുക അല്ലെ. അപ്പൊ അതിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 2ന് 2, 4 കൊണ്ട് ഇപ്പോൾ 2, അതിൽ നമുക്ക് 2al കിട്ടുന്നത് അല്ലെ. അപ്പൊ നമുക്ക് വളരെ ഈസി മെത്തേഡ് എന്താണ്? എ സ്ക്വയർ പ്ലസ് 2al അല്ലെ. അതല്ലാത്തവർ ഇങ്ങനെ ചെയ്യുക, സ്റ്റെപ്പായിട്ട് ചെയ്ത് ഇരിക്കുക. 4 × 1/2 al കാണാം, എന്നിട്ട് ഇവ തമ്മിൽ ആഡ് ചെയ്യുക, അങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ ഈ ഇക്വേഷൻ എ സ്ക്വയർ പ്ലസ് 2al. ഇവിടെ എ അല്ലെ, പാദവൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. എ ഈക്വൽ എത്രയാണ്? 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. എൽ അല്ലെ, എൽ ഇതിന്റെ നീളം, ഇതിന്റെ ഹൈറ്റ് അല്ലെ, ഈ ഹൈറ്റ് എൽ എത്രയാണ്? 8 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ എന്ത് വരും? സീക്വൽ ടു എ സ്ക്വയർ 5 സ്ക്വയർ പ്ലസ് 2al 2 × 5 × 8, അതായത് 5ന്റെ സ്ക്വയർ 25 പ്ലസ് 5 × 2 10, 10 × 8 80 അല്ലേ, സീക്വൽ ടു 105. അപ്പം 105 സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഇതിന്റെ ഏരിയ. അപ്പോൾ എഴുതാം പേപ്പർ നീഡഡ് ടു മേക്ക് ദി സ്ക്വയർ പിരമിഡ് ഇസിക്കൽ ടു 105 സ്ക്വയർ സെന്റിമീറ്റർ. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അതിൽ രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. എ ടോയ് ഈസ് ഇൻ ദി ഷേപ്പ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ഓഫ് ബേസ് എഡ്ജ് 16 സെന്റിമീറ്റർ ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് 10 സെന്റിമീറ്റർ അല്ലേ. ഒരു എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു സമചതുര സ്തൂപയുടെ ആകൃതിയിലുള്ള ഒരു ടോയ്. ആ ടോയുടെ ഈ വക്കിന്റെ നീളം നമുക്ക് വന്നിട്ടുണ്ട്. എത്രയാണ് ഈ വക്കിന്റെ നീളം? എത്രയാണ്? 16 സെന്റിമീറ്റർ വന്നിട്ടുണ്ട്. പിന്നെയോ സ്ലാൻഡ് ഹൈറ്റ് 10 സെന്റിമീറ്റർ അല്ലേ. ഈ സ്ലാൻഡ് ഹൈറ്റ് അല്ലേ, സ്ലാൻഡ് ഹൈറ്റ് 10 സെന്റിമീറ്റർ. അതായത് സ്ലാൻഡ് ഹൈറ്റ് ഇത് അല്ലേ, ഈ നീളം. ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പോൾ ഇത് തന്നിട്ടുണ്ട്. ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് പെയിന്റിംഗ് 500 സച്ച് ടോയ്സ് അറ്റ് 80 rupees പെർ സ്ക്വയർ മീറ്റർ. അതായത് ഇതേ രൂപത്തിലുള്ള ഒരു 500 ടോയ്കൾ ഉണ്ടാക്കാൻ, ടോയ്കൾ കളറടിക്കാൻ അല്ലെ, കളറടിക്കാൻ സ്ക്വയർ മീറ്ററിന് 80 രൂപ വെച്ച് ആകെ എത്ര ചെലവാകുമെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പോൾ ഇവിടെ ചോദ്യം ശരിക്കും ശ്രദ്ധിച്ച് വായിക്കേണ്ടി വരും. കാരണം എന്താണ്, ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം അല്ലെ. എന്ത് ചെയ്താൽ മതി? നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ, ഇതിന്റെ സർഫസ് ഏരിയ നമുക്ക് കിട്ടുമല്ലോ, സർഫസ് ഏരിയ കിട്ടും അല്ലേ. നമുക്ക് വളരെ എളുപ്പം അറിയാം. അപ്പോൾ TSA ടോട്ടൽ സർഫസ് ഏരിയ അല്ലേ, ആകെ ഉപരിതല പരപ്പളവ് എന്ന് കിട്ടും. നമുക്ക് ഇക്വേഷൻ അറിയാലോ, എന്താണ്? എ സ്ക്വയർ പ്ലസ് 2al. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഇതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എ സ്ക്വയർ പ്ലസ് ഒരു ത്രികോണത്തിന്റെ ഏരിയ കണ്ടിട്ട് അതിൻ്റെ 4 കൊണ്ട് ഗുണിക്കുക അല്ലേ. അപ്പോൾ ഹാഫ് × a × l അല്ലേ, അതിന് നമ്മൾ 4 കൊണ്ട് ഗുണിച്ചാലും മതി. എന്നിട്ട് ഇത് നമ്മൾ ആഡ് ചെയ്യുക, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടും അല്ലേ. ഇവിടെ നോക്കിയാൽ എ സ്ക്വയർ, എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എ നമുക്ക് തന്നിട്ടുണ്ട് 16 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇതിൽ എൽ തന്നിട്ടുണ്ട് 10 അല്ലേ. അപ്പോൾ TSA ടോട്ടൽ സർഫസ് ഏരിയ ഈക്വൽ ടു എ സ്ക്വയർ 16ന്റെ സ്ക്വയർ പ്ലസ് 2 × a 16 × 10 അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 16ന്റെ സ്ക്വയർ 256 പ്ലസ് 2 × 16 32 32 × 10 320 അല്ലേ, ഈക്വൽ ടു 3 2 5 576 അല്ലേ. അപ്പോൾ 576 സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ. അപ്പോൾ ഇത് ഒരെണ്ണത്തിൻ്റെ ആണ് അല്ലേ, ഒരെണ്ണം. അപ്പം അങ്ങനെ എഴുതാം, ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ടോയ്, അങ്ങനെ എഴുതാം. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് 1 ടോയ്, ഒരു ടോയുടെ സർഫസ് ഏരിയ നമുക്ക് കിട്ടി 576 സ്ക്വയർ സെന്റിമീറ്റർ അല്ലേ. അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 500 എണ്ണം ഉണ്ട് അല്ലേ, 500 എണ്ണം. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് 500 ടോയ്സ് അല്ലേ, മൊത്തം 500 ആണല്ലേ.
അപ്പോൾ 576 ഇൻറ്റു 500 എത്ര കിട്ടും? 0 അവിടെ ഇരിക്കട്ടെ. 5 ഇൻറ്റു 6 30 അല്ല, ബാക്കി 3. 7 ഇൻറ്റു 5 35, 3 38, ബാക്കി 3. 5 ഇൻറ്റു 5 25, 3 28. ഇനി നമുക്ക് 2 0 ഉണ്ട് അല്ലേ, ആ 0 കൊണ്ട് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്രയും സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് 500 ടോയുടെ ഏരിയ അല്ലേ. ഇനി നമ്മുടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു സ്ക്വയർ മീറ്ററിന് 80 രൂപ. അവിടെ ശ്രദ്ധിക്കണം, ഒരു സ്ക്വയർ മീറ്ററിന് അല്ലേ. ഇവിടെ നമുക്ക് ആൻസർ എന്തിലാണ് കിട്ടിയത്? സ്ക്വയർ സെന്റിമീറ്റർ. ചോദ്യം എന്താണ്? ഒരു സ്ക്വയർ മീറ്ററിന് 80 രൂപ അല്ലേ. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടിയത് സെന്റിമീറ്റർ ആണ് അല്ലെ, സ്ക്വയർ സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ എന്ത് വേണം? ഇതിനെ സ്ക്വയർ മീറ്ററിലേക്ക് മാറ്റണം, എന്നിട്ട് വേണം 80 കൊണ്ട് ഗുണിക്കാൻ. അല്ലാണ്ട് പെട്ടെന്ന് ഇത്ര സ്ക്വയർ സെന്റിമീറ്റർ ഉണ്ട് അതുകൊണ്ട് അതിന് ഒരെണ്ണത്തിന് 80 രൂപ വെച്ച് 80 കൊണ്ട് വെച്ച് കാച്ചരുത്. എന്ത് ചെയ്യണം? ആദ്യം അതൊക്കെ ശ്രദ്ധിക്കണം. ഇവിടെ സ്ക്വയർ സെന്റിമീറ്റർ ആണ് നമുക്ക് ഉത്തരം കിട്ടിയത്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സ്ക്വയർ മീറ്ററിന് 80 രൂപ അല്ലേ. അപ്പൊ ഇതിന് നമ്മൾ സ്ക്വയർ മീറ്റർ ആക്കണം. അപ്പൊ നമുക്കറിയാൻ നോക്കിയാൽ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 സെന്റിമീറ്റർ ആണ് അല്ലേ. ഒരു മീറ്റർ 100 സെന്റിമീറ്റർ ആണ് നമുക്കറിയാം. ഇനി ഒരു സ്ക്വയർ മീറ്റർ ആണെങ്കിലോ എന്ത് വരും? ഇവിടെ സ്ക്വയർ വന്നല്ലേ, ഇവിടെ സ്ക്വയർ വരുമ്പോൾ ഇവിടെയും സ്ക്വയർ വരണ്ടേ. അപ്പൊ ഇതിന്റെയും സ്ക്വയർ വരണം അല്ലേ. അപ്പൊ 100ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു 0ന് 2 0 ഇടണം അല്ലേ. അപ്പൊ എത്ര 0 വരും? 4 0 ഇടണം. അതായത് 100 ഇൻറ്റു 100 അല്ലെ. 100 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10,000 അല്ലേ. അപ്പൊ 10,000 സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഒരു സ്ക്വയർ മീറ്റർ. ഒരു മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10,000 സെന്റിമീറ്റർ സ്ക്വയർ ആണ് അല്ലേ. അതായത് 10,000 സെന്റിമീറ്റർ സ്ക്വയർ ഉണ്ടെങ്കിലോ എന്താവുള്ളൂ? ഒരു മീറ്റർ സ്ക്വയർ ആവുള്ളൂ അല്ലേ. അപ്പൊ ഇതിൽ എത്ര 10,000 ഉണ്ടെന്ന് നമ്മൾ നോക്കണം. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സീക്വൽ ടു 288.000 അതിനെന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ബൈ 10,000. ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി നോക്കിയാൽ 3 0 ക്യാൻസൽ ചെയ്തു. ബാക്കി എന്ത് തോന്നും? 258/10 അല്ലേ. അപ്പൊ 258/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? സീക്വൽ ടു 28.8 അല്ലേ. ഒരു സ്ഥാനം നീക്കി 0.8, 28.8. അപ്പൊ ഇവിടെ നമുക്ക് 28.8 സ്ക്വയർ മീറ്റർ ആണ് ഇതിന്റെ ഏരിയ എന്ന് കിട്ടി അല്ലേ. അതായത് മൊത്തം 500 ടോയുടെ ഏരിയ ആണ് 28.8 സ്ക്വയർ മീറ്റർ. അപ്പൊ ഇനി ടോട്ടൽ കോസ്റ്റ് നമുക്ക് എളുപ്പം കിട്ടും അല്ലേ. ടോട്ടൽ കോസ്റ്റ് ആകെ വരുന്ന ചെലവ് എത്ര വരും? ആകെ എത്ര ഉണ്ട്? 28.8 അല്ലേ. അത്രയാണ് ഏരിയ ഇൻറ്റു ഒരെണ്ണത്തിന് ഒരു സ്ക്വയർ മീറ്ററിന് 80 രൂപ അല്ലേ. അപ്പൊ നമുക്ക് തൽക്കാലം 0 മാറ്റിയെടുത്താൽ ബാക്കി 8 × 8 64, ബാക്കി 6. 8 × 8 64 6 അല്ലേ. 70 അല്ലേ. 70ന് 0, ബാക്കി 7. 2 × 8 16, 16 7 23. അപ്പൊ 2304 കിട്ടി. ഇനി എന്താണ്? നമുക്കൊരു 0 ഉണ്ട് അല്ലേ. 0 ഇട്ട് കൊടുത്തു. ഇനി മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ. ഇവിടെ ഒരു പോയിന്റ് എടുക്കണ്ട അല്ലേ. ഒരു സ്ഥാനം നീക്കി പോയിന്റ്, അപ്പോൾ ഒരു സ്ഥാനം നീക്കി നമ്മളൊരു പോയിന്റ് ഇട്ടു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 2304 രൂപ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കരുതുന്നു. നമുക്ക് ബാക്കി ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.